സൂപ്പർ കവുങ്ങും തോട്ടാട്ടോ. ചെറു സൈസ് വലുതിൻ്റെ പ്രായമാകുമ്പോഴത്തേക്കും ചെറു സൈസ് ഇവിടെ വേറെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ലൊരു സംഖ്യക്ക് അടക്ക കൊടുക്കണ തോട്ടാണത്. 5.5 ഏക്കർ തോട്ടം ഞാൻ കാണിച്ചു തന്നത് കൊക്കോ, കവുങ്ങ് ഒക്കെ ഉള്ളത്. ഇതാണ് കോൺക്രീറ്റ് റോഡ്. വീടുകൾ ഒരുപാടുള്ളത് കൊണ്ട്, നിറച്ച് വീടുകളൊക്കെ ഉള്ളതുകൊണ്ട് കോൺക്രീറ്റ് റോഡ് വന്നിരിക്കുകയാണ്. ഇതുണ്ടോ തോട്ടം, ഇതാണ് കണ്ണഞ്ചിപ്പിക്കുന്ന തോട്ടാണ്. നല്ല കൂളിങ്ങുള്ള ഏരിയ. ഇതല്ല ഇതല്ല നേരെ ഫ്രണ്ടിലത്തെ വീട്, ആ വീടിൻ്റെ ബാക്ക് സൈഡ്. ആ വീട് റോഡ് സൈഡിലാണ്. ഇതാ വീട് വേറെ. ഇതെല്ലാവരും താമസിക്കുന്ന ഏരിയ ആണ് കേട്ടോ. ഇതുള്ള ജാതി, കവുങ്ങ്, തെങ്ങ്, അഞ്ചര ഏക്കറാണ് കേട്ടോ. അവിടെ മാവൊക്കെ ഉണ്ട്. ജാതി, കവുങ്ങ്, അങ്ങനെയുള്ള ഈ വീടിൻ്റെ ബാക്കിൽ കിടക്കുന്ന സ്ഥലം. ഈ വീട് റോഡിൻ്റെ വക്കിലായിട്ട് കിടക്കണതാണ്. ഈ വീടിൻ്റെ ബാക്ക് കിടക്കണമാകുമ്പോൾ ആ സ്ഥലത്തിൻ്റെ റോഡിൻ്റെ സെക്കൻഡ് പ്ലോട്ടായിട്ട് വരും. അതാണ് റോഡ്. അത് റോഡാണ്. ആ തെങ്ങ്, അപ്പുറത്തെ ആ തെങ്ങും കവുങ്ങും നിൽക്കുന്ന റോഡിൻ്റെ മറുവശത്താണ്. അവിടെ നിന്ന് ഇറങ്ങുന്ന കോൺക്രീറ്റ് റോഡ് ഈ വീടിൻ്റെ നേരെ ബാക്ക് കിടക്കുന്ന ഈ സ്ഥലം. ഇത് മോട്ടോർ പെരയാണ്. ഇതിൻ്റെ നല്ല വരുമാനമുള്ള കവുങ്ങാട്ടോ. 5.5 ഏക്കറുണ്ട്. ഈ കോൺക്രീറ്റ് റോഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കോൺക്രീറ്റ് റോഡ് ഇതിൻ്റെ 4 ഭാഗത്തു കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആണോ, ഒക്കെ വീടുകളുണ്ട് ഇവിടെ. പരിസരത്തൊക്കെ വീടാണ്. സംഭവം ഇത് പള്ളിയിലാണ്. എന്നാലും നല്ല വരുമാനമാണ്. റോഡിൻ്റെ മറുവശത്താണ് കണ്ട വീടുകൾ. കണ്ട റോഡിൻ്റെ ഈ സൈഡിൽ ഈ തോട്ടം. കണ്ടത് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ വേറെ വീട്. നമ്മുടെ തോട്ടം അങ്ങനെ കിടക്കുകയാണ്. ഈ റോഡ് പിന്നെയും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഈ പറയപ്പെട്ട തോട്ടം അങ്ങനെ കിടക്കുകയാണ്. അത്യാവശ്യം ജാതി, കവുങ്ങ് നല്ല കായള കവുങ്ങാണ്. പള്ളിയിലാണ്. ജാതിയാണ് കണ്ടമാനുള്ളത്. വരുമാനത്തിൻ്റെ ഉറവിടം. പച്ചക്കറി അതേമാതിരി ഉള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. കവുങ്ങുകൾ ചെറു സൈസ് വെച്ചിട്ടുണ്ട് സെപ്പറേറ്റ്. വേണ്ട
കൊക്കോ. വെള്ളത്തിൻ്റെ കുറ്റി സൗകര്യങ്ങളൊക്കെ ഇതുണ്ടോ, പൈപ്പ് ലൈനുകളൊക്കെ വലിച്ചിട്ടുണ്ട് കേട്ടോ. ജാതി ഉണ്ടോ, ഇതാ അവിടെയൊക്കെ വീടുകളാണ് കേട്ടോ. ജാതിക കായ കൊണ്ട് ചമഞ്ഞ് നിൽക്കുകയാണ് കണ്ടോ, അല്ല ഫുള്ള് കായാണ്. ഉണ്ടോ ഫുള്ള് വെള്ളം നനക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ ഉണ്ടോ, ഫുള്ള് നനച്ചുകൊണ്ടിരിക്കുകയാണ് ഉണ്ടോ. ആ 4.5 ഏക്കറിൽപ്പെട്ട സ്ഥലം, ആ കാണുന്ന സ്ഥലം 4.5 ഏക്കറാണ്. ആ കാണുന്ന സ്ഥലം 4.5 ഏക്കറാണ്. അവിടുന്ന് ഈ ഇടവഴിക്കണ് പോന്നിട്ട് ഈ സ്ഥലം അതിൽപ്പെട്ടതല്ല. ഈ വീടും അതേപോലെ ഈ വീടും ഈ ഇടവഴി ഇതിരിക്കണ, ഈ പഞ്ചായത്ത് റോഡ് ഇതിരിക്കണ വന്നിട്ട് പിന്നതായി കിടക്കുന്ന സ്ഥലം ഇതാണ്ടോ. ഇതിൽ തെങ്ങ് കവുങ്ങ് അങ്ങനെയുള്ള സാധനമാണ് ഉള്ളത്. കണ്ടോ, ഇതിൽ കവുങ്ങ് ഫുള്ള് വെച്ച് ഫില്ലായിട്ടുണ്ട് കണ്ടോ, അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ട്. പിന്നെ വലിയ കിഴങ്ങുകളും ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഈ സൈഡിൽ കൂടെയൊക്കെ ഇപ്പം ഈ തോടാണ്, വറ്റാത്ത വെള്ളം തോടാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ. ഇതിൽ ഉണ്ടാവും ഓമക്കായ നിൽക്കുന്നുണ്ടോ, കണ്ടോ, അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ.
ഇതുണ്ടോ ഇതിൻ്റെ സൈഡിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന തോടാണ് ഇതുണ്ടോ. ചീർപ്പ് ഇതിൽ ചീർപ്പിന് കയറ്റിയ വെള്ളം ഇവിടെ നമുക്ക് സംഭരിക്കാം. ഇത് ഈ തോട്ടത്തിൻ്റെ 4 ഭാഗത്ത് കൂടി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. തോട്ടം ഇതാണ്. ഈ തോട് എപ്പോഴും വറ്റാത്ത വെള്ളമാണ്. ഇതാണ് ഇതിൻ്റെ സൈഡിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ പുഴ പോലത്തെ തോടാണ്. നല്ല കൂളിങ്ങുള്ള തോട്ടം. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടും വരില്ല. നനയ്ക്കാനും സൗകര്യത്തിനും അല്ല. തൊട്ടടുത്തൊരു വീട് ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു തോട്ടമാണ്. നല്ല മുത്തുപോലത്തെ വെള്ളം, തോർത്തെന്ന് വെച്ചാൽ കുളിക്കാൻ പറ്റുന്ന നല്ല വെള്ളം, നല്ല സൂപ്പർ വെള്ളം. ഈ തോട്ടത്തിൻ്റെ അതിലേക്ക് വെള്ളം അടിച്ച് കയറ്റാൻ വേണ്ടിയിട്ട് ഉണ്ടോ പൈപ്പ് ഇട്ടിരിക്കുകയാണ്. നമ്മുടെ നേരെ മേലെ കാണുന്നതാണല്ലോ തോട്ടം. ഉയർന്നിട്ടാണ് തോട്ടം കിടക്കുന്നത് കേട്ടോ. എന്താ ആവശ്യമുള്ളവർ വിളിക്കുക കേട്ടോ. നല്ല തോട്ടമാണ്.